ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് വാ തുറന്ന് സർവശക്തനായ ദൈവത്തെ സർവശക്തിയോടുകൂടെ ആരാധിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 സംഗീതത്തിൽ പറയുന്നു, കർത്താവേ ഞാൻ കരങ്ങൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ. ഹല്ലേലൂയ. സംഗീതത്തിൽ പറയാണ്, ഞാൻ കരങ്ങൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ മക്കളുടെ ഈ പ്രാർത്ഥനകളെ അവിടുന്ന് സ്വീകരിക്കണമേ. സായാഹ്ന ബലിയായി, കൃതജ്ഞതാ ബലിയായി ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഈ സ്തുതികളെ സ്വീകരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വന്ദനം നൽകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപകൊണ്ട് നിറയട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ, സൗഖ്യം നൽകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം. യേശുവിനെ കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന, ഒരുപാടേറെ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു ആര്? അല്ല, തെറ്റിപ്പോയി. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിലാണ് സക്കേവൂസിനെ കാണുക. 23-ാം അധ്യായത്തിൽ അവിടെ നാം ഒരു മനുഷ്യനെ കാണുകയും യേശുവിനെ കണ്ടപ്പോൾ അവൻ ഏറെ സന്തോഷിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 8-ാം തിരുവചനം. യേശുവിനെ കണ്ടപ്പോൾ അവൻ അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഹെറോദോസ് ആരാണ്? ഹെറോദേസ്. അവൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. യേശുവിനെ കണ്ടപ്പോൾ അവൻ അത്യധികം സന്തോഷിച്ചു. ഇനി പറയുകയാണ് നമ്മൾ ഇതുപോലെ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഹെറോദോസിനെ പോലെ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇനി പറയുന്ന അടുത്ത സ്വഭാവം കൂടെ നിങ്ങൾ നോക്കണം. അവൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഹല്ലേലൂയ. അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഹെറോദോസിന്റെ മനോഭാവം നമ്മളിൽ പലർക്കും ഉണ്ട്. എന്തെങ്കിലും ഒരു അത്ഭുതം കർത്താവേ ചെയ്യണം, എന്റെ ജീവിതത്തിൽ ചെയ്യണമേ, അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞു മകനുമായിട്ടാണ് വന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലി കേട്ടോ, ചേച്ചി ചൊല്ലിയിട്ടുണ്ട്. അപ്പോ അവൻ ഒരു വലിയ അനുഭവത്തിന്റെ സാക്ഷിയായി ഇങ്ങോട്ട് വരുമ്പോ അവിടെ നിന്ന് ഇവിടെ വരെ തണ്ണീർമുക്കം തൊട്ട് ഇവിടെ വരെ അവൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മഴ മാറിപ്പോയി. ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് വരെ മഴ പെയ്തില്ല. തിരിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞ കോഴിക്കോട് വയനാട് പോവുകയാണ്. ട്രെയിൻ 7 മണിക്കാണ്, 7:03 ട്രെയിനാണ് എറണാകുളം ടൗണിൽ നിന്ന് യാത്രയാണ്. അപ്പോൾ ഞാൻ ആ ട്രെയിനിന് ബുക്ക് ചെയ്തു. അച്ഛൻ പറഞ്ഞു, ഒരു കാരണവശാലും ഇവിടെ സമയത്ത് എത്തത്തില്ല. ഈ സമയം ഞങ്ങളിവിടെ പോകുമ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് റിസ്ക് എടുത്താണ് പോയത്. ഇവിടെ നിന്ന്
തമാശയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പിരിഞ്ഞത്. പോകുന്ന വഴിക്ക് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോൻ അവൻ ഈശോയെ സ്തുതിച്ച് പാട്ട് പാടാറുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. ആ സമയം ഇവ പറയുന്നുണ്ട്, മഴ മാറിപ്പോകട്ടെ. സൂക്ഷിച്ചതുപോലെ മഴ മാറിപ്പോയി. കർത്താവ് അത്ഭുതം ചെയ്തു. കുഞ്ഞിന്റെ വിശ്വാസം വർദ്ധിച്ചു. മഴ മാറിപ്പോയി. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ വണ്ടിക്ക് എന്തോ മിസ്സിങ്. വണ്ടി 2 പ്രാവശ്യം ജിജു എവിടെ കൊണ്ട് വണ്ടി നിർത്തി നോക്കി, എന്താണ് കുഴപ്പം. എനിക്ക് മനസ്സിലായി വഴി കിടക്കാൻ പോവുക. കുറെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ശബ്ദം. പിന്നെ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ടയർ പൊട്ടി. ഞങ്ങൾ അരൂരെത്തിയില്ല. ഞങ്ങൾ വഴി അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഈശോയുടെ ചോദിച്ചു എന്ത് ചെയ്യണം. അപ്പൊ ഈശോ ഒരു ഓട്ടോക്കാരൻ കാണിച്ചു കയറിപ്പോളാൻ പറഞ്ഞു. ഓട്ടോക്കാരൻ പറഞ്ഞു, ഒരു കാരണവശാലും 7 മണിക്ക് അവിടെ എത്തില്ല. 7 മണിക്ക് എത്താൻ പറ്റില്ല. അതുപോലെ ട്രാഫിക്കാണ്. വൈകുന്നേര സമയമാണ്. ഞാൻ പറഞ്ഞു സാരമില്ല ചേട്ടൻ കയറി. കയ്യിൽ പൈസയൊന്നുമില്ല. ഞങ്ങൾ വണ്ടിയിൽ കയറി ഒരു ATM കണ്ടെത്തി അവിടുന്ന് പൈസ എടുത്ത് ചേട്ടനോട് പോവാ. 7 മണിക്ക് എത്തേണ്ട ഞങ്ങൾ 7:14 എത്തി. 7:10 മഴ മാറിയത് ഉപകാരമായി. 7:14 എത്തിയപ്പോൾ ട്രെയിൻ പോകണം ഇല്ലേ? ട്രെയിൻ പോകേണ്ട സമയം 7:03 ട്രെയിൻ അവിടെ പുറപ്പെടേണ്ടതാണ്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 11 മിനിറ്റ് ലേറ്റാണ്. അവിടെ ചെല്ലുമ്പോൾ ട്രെയിൻ ഞങ്ങൾക്ക് വേണ്ടി കാത്തു കിടക്കുകയാണ്. ഞങ്ങൾ ട്രെയിനിലേക്ക് കയറുകയും ട്രെയിൻ നീങ്ങുകയും ഒരുമിച്ച് തിരിച്ചു വരുമ്പോൾ മോബിലിച്ച് ഞങ്ങളെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് വിടാൻ പോകുമ്പോൾ അതിനിടയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ പോകുന്നിടത്തൊക്കെ മഴ മാറി ഞങ്ങൾക്ക് നല്ല തെളിവ്. അപ്പൊ എല്ലാവരും പറഞ്ഞു ഭയങ്കര മഴ, ഇവിടെ വെള്ളപ്പൊക്കം തുടങ്ങി. അവിടെ ഞങ്ങൾ കോഴിക്കോട് വയനാട്ടിൽ മഴയെല്ലാം മാറി വരും. ആൾക്കാർക്ക് വലിയ സന്തോഷമായിരുന്നു. തിരിച്ചു വരുമ്പോൾ 6:25 ഞങ്ങളുടെ ട്രെയിൻ. ഞങ്ങൾ 2 മണിക്കൂർ നേരത്തെ പോകുന്നതിൽ വലിയ തിരക്കായിരുന്നു. 6:24 ഞങ്ങൾ അവിടെ എത്തുന്നത്. 6:24 ഞങ്ങൾ അവിടെ എത്തുന്നത്. 1 മിനിറ്റ് ഞങ്ങൾ ചെന്ന് ട്രെയിനിൽ കയറുന്നു. ട്രെയിൻ പോകുന്നു. എവിടെയെങ്കിലും ഒരു സിഗ്നലോ എന്തെങ്കിലും 1 മിനിറ്റ് കൂടെ താമസിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അത്ഭുതം കാണാൻ നമ്മൾ ഇങ്ങനെ ആകാംക്ഷരഹിതരായിരിക്കും. കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഈശോ അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിലേ അത് നമ്മൾ പഠിക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. ഈശോ അത്ഭുതം ചെയ്തത് ആർക്കു വേണ്ടിയിട്ടാണ്? ഹെറോദോസിന്റെ മുമ്പിൽ നിന്നപ്പോൾ ഈശോ അവിടെ 1-2 അത്ഭുതം ചെയ്താൽ ലിസി ചേച്ചിക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടാകൂ? ഇല്ല. നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പരിഭവം ഉണ്ടാകൂ? വിശുദ്ധ ലൂക്കായിക്കോ മത്തായിക്കോ മാർക്കോസിനോ യോഹന്നാനോ അത് എഴുതി വെക്കുന്നതിന് എന്തെങ്കിലും മടി ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. ഇല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു കാര്യമില്ലേ? ഹെറോദോസിന്റെ മാനസാന്തരത്തിന് വേണ്ടി കർത്താവ് ആകാശത്തേക്ക് ഉയർത്തുങ്ങി എന്ന ഒരു അത്ഭുതം അല്ലേ? ഏറിൽ നിൽക്കുന്ന ഈശോയെ കണ്ട് ഹെറോദോസ് മുമ്പിട്ട് ആരാധിച്ചു അല്ലേ? ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു അത്ഭുതമെങ്കിലും ഈശോ ഹെറോദോസിന്റെ മുമ്പിൽ വെച്ച് ചെയ്തിരുന്നെങ്കിൽ കുരിശിലേറേണ്ടി വരുമായിരുന്നില്ല. മനസ്സിലായോ? ഒരു അത്ഭുതമെങ്കിലും ഈശോ ഹെറോദോസിന്റെ മുമ്പിൽ വെച്ച് ചെയ്തിരുന്നെങ്കിൽ ഹെറോദോസ് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഒരു ധ്യാനകേന്ദ്രവും പണിതു കൊടുത്ത് ഈശോയെ അവിടുത്തെ ഡയറക്ടറായി നിയമിച്ച് ഇല്ലേ? അല്ലെങ്കിൽ തന്റെ കൊട്ടാരത്തിന്റെ ആസ്ഥാന മജീഷ്യനായിട്ട് ഈശോയെ വിത്ത് പെൻഷൻ പെൻഷൻ കൊടുക്കുന്നത്.
ഇല്ലേ? നമുക്ക് ടെൻഷനാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരിക്കലും സഹനങ്ങളിൽ നിന്ന് സ്വർഗീയമായ സഹനം, രണ്ട് തരം സഹനമുണ്ട് കേട്ടോ. രണ്ട് തരം സഹനം. ഒന്ന് സ്വർഗീയമാണെങ്കിൽ മറ്റൊന്ന് പിശാച് കൊണ്ടെത്തുന്ന സഹനമാണ്. ഈശോ എല്ലാ സഹനങ്ങളും ഏറ്റെടുത്തിട്ടില്ല. ഈശോയെ കല്ലെറിയാൻ വന്നപ്പോൾ, ഈശോയെ പാറയിൽ നിന്ന് മലമുകളിൽ നിന്ന് തള്ളിയിടാൻ വന്നപ്പോൾ ഈശോ നിന്നു കൊടുത്തിട്ടില്ല. എല്ലാ സഹനങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ല. പക്ഷെ സ്വർഗസ്ഥനായ പിതാവ് അനുവദിച്ചതാണോ ഈ സഹനം? നിനക്ക് രോഗമുണ്ടോ, ദുഃഖമുണ്ടോ, വേദനയുണ്ടോ, സങ്കടമുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. സഹനങ്ങൾ തുറക്കണം. സ്വർഗീയ സഹനങ്ങൾ പിൻപറ്റാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. നമുക്കിപ്പോ നിരന്തരമായ തലവേദന, അല്ലെങ്കിൽ ഒരു മകൻ കള്ളുകൂടിയില്ല, അല്ലെങ്കിൽ ജോലിയില്ല, വരുമാനമില്ല, സാമ്പത്തികമായ കടബാധ്യതകളും പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകാൻ ഈ സഹനം ഈശോ ആഗ്രഹിക്കുന്നതാണോ അല്ലയോ എന്ന് നീ തീരുമാനിക്കണം. മനസ്സിലാക്കണം. എന്തിനും എന്താ ചെയ്യാനാണ്? ഈശോയാണ് ഈ സകലം എനിക്ക് തന്നത്, അതോ ഇത് പിശാചിന്റെ വേലയാണോ? ഈശോ പീലാത്തോസിനോട് പറയാണ്, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ല എങ്കിൽ നിനക്ക് എന്റെ മേലെ യാതൊരു അധികാരവുമില്ല. പീലാത്തോസേ, ഈ കുരിശ് നീ പണിതതാണെങ്കിലും ഇത് അനുവദിച്ചത് സ്വർഗസ്ഥനായ അപ്പച്ചൻ. പീലാത്തോസേ, ഈ കുരിശ് മരണം നീ വിധിച്ചതാണെങ്കിലും ഇത് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടമാണ്. ഇത് തിരിച്ചറിയും. എങ്ങനെ തിരിച്ചറിയും? എങ്ങനെ തിരിച്ചറിയും? ഇല്ല. അതെ, കഴിഞ്ഞ ദിവസം ജോഷിച്ചുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് അച്ഛനോട് പറഞ്ഞു. സെബദി പുത്രന്മാര് യാക്കോബും യോഹന്നാനും ഈശോയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഈശോയെ, നീ മഹത്വത്തിൽ വരുമ്പോ ഞാൻ ഇടവും വലവും പറഞ്ഞില്ലേ? ഈശോ എന്താ പറഞ്ഞ മറുപടി? ആ പിതാവ് ആർക്കു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ സ്വർഗീയമായ അച്ഛൻ പറയുകയായിരുന്നു, യാക്കോബ് സ്ലീഹയാണ് ആദ്യം വിളിച്ചത്, യോഹന്നാൻ സ്ലീഹയാണ് അവസാനം വിളിച്ചത്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ആദ്യം അവസാനവും നയിക്കുന്നവർക്കുള്ളതാണ്. എന്ത്? ഇടവും വലവുമുള്ള മനസ്സിലാകുന്നോ? അപ്പോൾ സ്വർഗീയ പിതാവിന്റെ സഹനമാണെങ്കിൽ അത് സ്വർഗത്തിന്റെ പിതാവിന് അറിയാം. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നുള്ളതാണ്. എന്റെ വ്യക്തിപരമായ ജീവിതാനുഭവം ഞാൻ നിങ്ങളോട് പറയുക. ആരാധനയും കുർബാനയും, ആരാധനയും കുർബാനയും. ഓരോ സംഘടനകളും നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ അതിലേക്ക് ഓടി പോകണ്ട, ഒരു ധ്യാനകേന്ദ്രത്തിലേക്കും പോകണ്ട. സ്വന്തം ഇടവകയിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലി നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ക്രമം ആരാധന ക്രമമാണ്. ഇത് സ്വർഗത്തിന്റെ ക്രമമാണ്. ഇവിടെ ഒരു വിഷമമുള്ളപ്പോ നിങ്ങൾക്ക് ഈ ഇടവകയിലെ അംഗങ്ങളാണെങ്കിൽ ഈ ഇടവകയിലെ ദിവ്യബലിയാണ് നിങ്ങൾക്ക് ദൈവം അലോട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ചാക്കോച്ചിയുടെ റേഷൻ കാർഡ് ഉണ്ടോ? ചാക്കോച്ചി ഇതുമായിട്ട് മലപ്പുറത്ത് പോയി താമസിച്ചിട്ട് ഈ റേഷൻ കാർഡ് അവിടുത്തെ ഏതെങ്കിലും റേഷൻ കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന റേഷൻ കിട്ടുമോ? ഇപ്പൊ കിട്ടുമല്ലേ? മുമ്പ് കിട്ടത്തില്ല. ഇപ്പൊ കിട്ടും. ഓൾ ഇന്ത്യ കിട്ടും. സത്യം. നമുക്ക് മുമ്പുണ്ടായിരുന്ന ക്രമം നോക്കാം ഇല്ലേ? ഓക്കെ, നിങ്ങൾ ഓൾ ഇന്ത്യ കിട്ടും. നിങ്ങൾ ഇന്ത്യൻ പോകണ്ട. ഈ റേഷൻ കാർഡ് വഴി സൗദി അറേബ്യ പോയ റേഷൻ കിട്ടുമോ? പോയി കണ്ടു നോക്കാം. നിങ്ങൾ ഇന്ത്യൻ പോകണ്ട. ഇതുപോലെ തന്നെയാണ് ഇല്ലേ? ഞാൻ ഇതൊക്കെ ഇത് എനിക്ക് പുതിയ അറിവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇടവകയിൽ ദൈവം ഈ സഭ എന്ന് പറയുന്നത് സ്വർഗീയമായ
സംവിധാനം. ഈ സംവിധാനത്തെ ഞാനും നിങ്ങൾ തിരിച്ചറിയണം. ഈ സംവിധാനത്തില് നമ്മുടെ ഇടവക വികാരിച്ചാണ് ആര് ആഘോഷിച്ചതാണ്. എനിക്കറിയാം നമ്മുടെ ആരാണെന്നുള്ളതാണ്. ആത്മീയ ഗുരു, ആത്മീയ പിതാവ്, പാസ്റ്റർ ഇവിടെ ഇദ്ദേഹം വഴി മാത്രമേ നിങ്ങൾക്ക് കിട്ടാനുള്ള അനുഗ്രഹം വരുള്ളൂ. ഇത് നിങ്ങൾ ഇപ്പൊ പറയാം, ഞാൻ ആ ധ്യാനത്തിൽ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചു, എനിക്ക് വിടുതൽ കിട്ടി, ഈ അച്ഛൻ പ്രാർത്ഥിച്ചു, വിടുതൽ കിട്ടി. ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ? അത് നിങ്ങളുടെ മണ്ടത്തരമാണ്, അത് നിങ്ങളുടെ തിരിച്ചറിവിലായിരിക്കും. നിങ്ങൾ എവിടെ പോയി പ്രാർത്ഥിച്ചാലും ഈ ബലിയിൽ ഇവിടെ വികാരിച്ച് ഇടവക ജനത്തിന് വേണ്ടി ചേർത്ത് വെക്കുന്ന പ്രാർത്ഥനയോടൊപ്പമാണ് ആ പ്രാർത്ഥനയിൽ പോകുന്നത്. ഇപ്പൊ ചിലവരോട് മടക്കം തോന്നുന്നുണ്ട്. നിങ്ങളിവിടെ വന്നാലും അതിലും വികാരിച്ച് അൽത്താരയിൽ ഈ ഇടവക സമൂഹത്തിന് വേണ്ടി എല്ലാ ദിവസവും അർപ്പിക്കുന്ന ദിവ്യബലി, ആ ബലിയിൽ നിങ്ങളുടെ ഓരോ കുടുംബ പ്രാർത്ഥനയും ചേർത്ത് കൊടുക്കണം. കർത്താവ് ഭയങ്കര ക്രമമുള്ള മനുഷ്യനാണ്. കർത്താവിന് അക്രമവും അതിക്രമവും ഇഷ്ടമല്ല. മനസ്സിലാക്കുന്നുണ്ടേ പറയുന്നത്? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? ഈശോ പറയാ, ഇത് പിതാവിന്റെ ഇഷ്ടമാണ്, ഇത് പിതാവിന്റെ ക്രമമാണ്. ഈശോ ദൈവപുത്രനായിരുന്നിട്ടും ഞാൻ പലപ്പോഴും ചിന്തിക്കും, ജപമാല ചൊല്ലുമ്പോഴാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുന്നത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ അഭിഷേകത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഈശോ ദൈവപുത്രനായിരുന്നിട്ടും 8-ാം ദിവസം പരിച്ഛേദനം സ്വീകരിച്ചു. ആരുടെ നിയമപ്രകാരം? യഹൂദരുടെ നിയമപ്രകാരം. എന്തായിരുന്നു അതിന്റെ ആവശ്യകത? മനുഷ്യനായി ദൈവത്തിന്റെ ക്രമമാണ്. എന്തുകൊണ്ടാണ് ബത്ലഹേമിലേക്ക് പേരെഴുതിക്കാൻ ജോസഫും മറിയവും പോയത്? നമ്മൾ വിധേയമായ പറ്റും, അതിന് മാറ്റം വരുന്നത് നമുക്ക് അനുവാദമില്ല. ഈ ലോകത്തിനൊരു ക്രമമുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോടൊരു കാര്യം ചോദിക്കുക. ഇന്ന് സൂര്യൻ ഉദിച്ചായിരുന്നോ? ഉദിച്ചു അല്ലേ? സൂര്യൻ ഉദിച്ചോ? ഉദിച്ചു. വെളിച്ചം വന്നോ? പകലുണ്ടായി ഇല്ലേ? സൂര്യൻ ഉദിച്ചത് കൊണ്ടല്ലേ പകലുണ്ടായത്? സൂര്യൻ അസ്തമിക്കുന്നോണ്ടല്ലേ രാത്രി ഉണ്ടാകുന്നത്? ശരിയല്ലേ? അച്ഛൻ ഉൾപ്പെടെ ഞാനും ഇങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആരാധനയുടെ സമയത്ത് ഈശോ എനിക്ക് ഒരു ചിന്ത ഇങ്ങനെ തന്നു. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, പക്ഷെ നമ്മൾ ഈ മണ്ടത്തരത്തിനാണ്. അച്ഛൻ പറയുന്നത് ഇവർ സെമിനാരി പഠിക്കുമ്പോൾ മണ്ടത്തരം എന്ന് പറഞ്ഞ് ഒരു കോഴ്സ് ഉണ്ട്. ഉള്ളതാണ് അച്ഛൻ, തമാശ പറഞ്ഞാണ്, ഉള്ളതാ. മണ്ടത്തരം എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതിനൊരു മണ്ടത്തരം എഴുതിയത് സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. അതാണ് സത്യം. സൂര്യൻ ഉദിക്കുന്നുമില്ല, സൂര്യൻ അസ്തമിക്കുന്നുമില്ല. സൂര്യൻ എന്നും ഒരേ സ്ഥലത്ത് തന്നെ സ്ഥായിയായിട്ട് നിൽക്കുകയാണ്. സൂര്യൻ ചലിക്കുന്നില്ല. ചലിക്കുന്നത് ഭൂമിയാണ്. ഭൂമി സൂര്യന് ചുറ്റും ചലിക്കുകയും സ്വന്തം അച്ചുതണ്ടിൽ ചുറ്റുകയും ചെയ്യുന്നത് കൊണ്ടാണ് കാവുപകൽ ഉണ്ടാകുന്നത്. ആരാധനയിൽ എനിക്ക് ഇങ്ങനെ ആ ബോധ്യം കിട്ടിയത്, ഭൂമി എപ്പോൾ സൂര്യന് പുറം തിരിയുമോ അപ്പോൾ ഭൂമി ഇരുള് വരും. ഇല്ലേ? മനസ്സിലാകുന്നുണ്ടോ? എപ്പോൾ ഭൂമി സൂര്യന് പുറം തിരിയുമോ അപ്പോൾ അന്ധകാരം ഉണ്ടാകും, രാത്രി ഉണ്ടാകും. എപ്പോൾ ഭൂമി മനസ്സ് തിരിഞ്ഞ് സൂര്യനിലേക്ക് തിരിയുമോ അപ്പോൾ ഭൂമിയിൽ പകലുണ്ടാകും, പ്രകാശമുണ്ടാകും, ജീവനുണ്ടാകും. പ്രിയപ്പെട്ടവരെ, എല്ലാ ക്രമത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ദൈവം ഒരു ക്രമം എല്ലാത്തിനും വരുത്തിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അച്ഛൻ പറയുകയായിരുന്നു,
ഇരിക്കണേ, പ്രാർത്ഥിക്കണേ, ഈ അഭിഷേകം ഇനി കിട്ടില്ല. അതങ്ങനെ ഈ കാറ്റ് നാളെ വന്നാൽ ഈ കാറ്റ് കിട്ടുമോ? ഈ വെളിച്ചം കിട്ടുമോ? ഈ മഴ കിട്ടുമോ? കിട്ടുകയില്ല, ഇല്ലേ? ഇന്നത്തെ ഇപ്പോഴത്തെ അനുഗ്രഹം നാളെ പുതുതാണ്. ഓരോ ദിവസവും ദൈവത്തിന്റെ സ്നേഹം പുതിയതാണ്. വിലാപങ്ങളുടെ പുസ്തകം പറയണം, ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും ദൈവസ്നേഹം പുതുതാണ്. ക്രമത്തിലേക്ക് വരാനായിട്ട് നമ്മൾ ക്രമം തെറ്റി ജീവിക്കുമ്പോൾ അവിടെ അഭിഷേകം ഒടുകയില്ല. ഈശോ തന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരു ക്രമവും തെറ്റിക്കാൻ തയ്യാറായില്ല. ലൂക്കാസ് സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ പറയുകയാണ്, അപ്പോൾ അവൻ വിശന്നു ഓടി അവന്റെ അരികിൽ ആദ്യം എത്തിയത് ആരെത്തി? ഈശോയ്ക്ക് വിശന്നപ്പോൾ ആദ്യം ഓടി വന്നത് കന്യാമറിയമ്മ, യോഹന്നാൻ, യാക്കോബ്, പത്രോസ് മത്സരിച്ചു വന്നു. ആരാ വന്നേ? എന്താ ആവശ്യപ്പെട്ടത്? ഈ കല്ലുകൾ അപ്പമാകാൻ കഴിയില്ല. എങ്ങനെയാണെങ്കിൽ നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലെല്ലാം എപ്പോഴും സാത്താൻ ഈ ചലഞ്ച് തരുന്നു. ഈശോയ്ക്ക് അനുഗ്രഹിച്ച ലോട്ടറി എടുത്തത് ഇല്ലേ? എന്തൊക്കെ ചിന്തകളാണ് സാത്താൻ നമ്മൾ മതിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വളരെ വ്യക്തമായി ഈശോ പറയുകയാണ്, എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിന്നെയോ കേട്ടില്ല, ദൈവത്തിന്റെ, അങ്ങനെയല്ല, ദൈവത്തിന്റെ. നമ്മൾ ഈ വെള്ളം ചേർക്കുമ്പോൾ പ്രശ്നമാണ്. എന്താ? ഡൈല്യൂട്ടഡ് ആയി, ഇല്ലേ? നമ്മളൊരിക്കലും ദൈവവചനത്തില് വെള്ളം ചേർക്കാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നൽകണമേ, കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നിയമാവർത്തനം 8:3 ഈ വചനമാണ് ഈശോ ഉദ്ധരിച്ചത്. പക്ഷെ ആ വചനം അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കണം. നിയമാവർത്തനം 8:3 അടുത്ത പ്രാവശ്യം വരുമ്പോൾ കയ്യിലൊരു പുസ്തകവും പേനയൊക്കെ ആയിട്ട് വരണം. എന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, പിന്നീട് ആവർത്തിച്ച് വായിക്കാം, പഠിക്കാം, അഭിഷേകത്തിൽ വളരാൻ പറ്റും. ദൈവത്തിന്റെ വചനം നമ്മൾ ഒരിക്കലും വെറുതെ കാണരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ കുറച്ച് ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ദൈവത്തിന്റെ വചനം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് രക്ഷ പ്രാപിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. സന്തോഷമായില്ലേ? എഴുതിയെടുക്കണ്ടായിരുന്നു അല്ലേ? ജെറമ്യാ പ്രവാചകനോട് കർത്താവ് പറയുകയാണ്, 1-ാം അധ്യായത്തിന്റെ 11-ാം തിരുവചനം. ജെറമ്യാ, നീ എന്ത് കാണുന്നു? പ്രവാചകൻ പറയുകയാണ്, ഞാൻ ജാഗ്രതാ വൃക്ഷത്തിന്റെ ഒരു ശിഖരം കാണുന്നു. ജാഗ്രതാ വൃക്ഷത്തിന്റെ ഒരു ശിഖരം കാണുന്നു. എന്നിട്ട് ദൈവം ജെറമ്യായെ തൊട്ടു വിളിച്ചു പറയാം, ജെറമ്യാ, ഞാൻ എന്റെ വചനം നിവർത്തിക്കാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു എന്ന് നീ ജനത്തോട് പറയണം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം മുഴുവനും അന്വർത്ഥമാകാനുള്ളതാണ്. അത് പാഴായി പോകാനുള്ളതല്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴും പറയുമ്പോഴും ആവർത്തിച്ച് ചൊല്ലുമ്പോഴും അത് ഏറ്റുപറയുമ്പോഴും വിശ്വസിക്കുമ്പോഴും ഒക്കെ അത്ഭുതം നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വെറുതെ ഇരിക്കാൻ പറ്റില്ല. അവിടെ പറഞ്ഞു, ഉണ്ടാകട്ടെ, നിന്റെ കട്ടിലും എടുത്ത് നടക്കാൻ പറഞ്ഞു. ചുമ്മാ തളർന്നു കിടന്നവൻ, ഒരു വേല നടക്കാൻ പറ്റാത്തവൻ കട്ടിലും എടുത്ത് നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് മനസ്സുണ്ട്,
മാറട്ടെ എന്ന് പറഞ്ഞു. കുഷ്ഠരോഗം മാറി. വചനത്തിന്റെ ശക്തി അപരിമേയമാണ്. ദൈവവചനം വിശ്വസിക്കണം. ഈ വചനം നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ അത്ഭുതമുണ്ടാകും. ഒരു പൈശാചിക ശക്തിക്കും നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. വചനം ജീവനാണ്, വചനം ശക്തിയാണ്, വചനം നിവൃത്തിയാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നൂറ്റാണ്ടുകൾ കൊണ്ട് അനേകം മനുഷ്യർ വഴി എഴുതപ്പെട്ട ഈ ദൈവത്തിന്റെ തിരുവചനം, ദൈവനിവേശനമായ ഈ തിരുവചനം നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ബൈബിൾ എടുത്ത് വായിച്ചപ്പോ ഇതൊക്കെ എന്റെ അനുഭവമാണ് എന്ന് തോന്നിയിട്ടുള്ളവർ ഒന്ന് കരകയറുകയും, ബൈബിൾ വായിച്ചപ്പോൾ, ബൈബിൾ കേട്ടപ്പോൾ ഇതെന്നെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് തോന്നിയിട്ടുള്ളവർ ഒന്ന് കരകയറുകയും നന്നായി വീക്ഷിക്കാൻ ചെയ്യും. ആകെ 2-3 പേർക്ക് അത് തോന്നാന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഒന്നെങ്കിൽ വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു ബൈബിൾ വായിച്ചിട്ടുണ്ട്. വായിക്കണം. ഇന്ന് പോയിട്ട് എടുത്ത് വായിക്കണം, തുറന്ന് വായിക്കണം. അവിടെ എന്നെ കുറിച്ച് എഴുതിച്ചു. നാം ഓരോരുത്തരെ കുറിച്ച് അവിടെ എഴുതിച്ചു. ഈ വചനം നമ്മെ കുറിച്ചുള്ളത് നിവൃത്തിയാക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിനക്ക് മുമ്പേ പോവുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടുക്കുകയും ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞത് നമുക്ക് വേണ്ടിയാ. നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങള്, പ്രതിബന്ധങ്ങളെ യെശയ്യാ 45:2 അവിടുന്ന് നിവൃത്തിയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് ഭവനത്തിന്റെ താക്കോലുകൾ ഞാൻ അവന്റെ ചുമലിൽ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും തുറക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. യെശയ്യാ 22:22 കർത്താവ് നമ്മെ കുറിച്ച് പറഞ്ഞതാ. താക്കോലുകൾ പത്രോസിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നരക കവാടങ്ങൾ നിനക്കെതിരെ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവർ ക്ഷമിക്കും, നിങ്ങൾ ആരുടെ ബന്ധിക്കുന്നോ ബന്ധിക്കപ്പെട്ടിരിക്കും. നമ്മളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വചന ഗ്രന്ഥം മുഴുവൻ നമ്മളെ കുറിച്ചാണ്. നിയമാവർത്തനം 8-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനം കേട്ടോളെ, ശ്രദ്ധിക്കണം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും, മനസ്സിലായില്ലല്ലോ? അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും, മനസ്സിലായില്ലല്ലോ? മനസ്സിലായി? എങ്ങനെയൊക്കെ എളിമപ്പെടുത്തുന്നത്? വലിയ സംഭവമായിട്ട് നെഞ്ചു വിളിച്ചൊക്കെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കൊറോണ വന്നു. ഇപ്പൊ ശ്വാസം വിളിക്കുന്നു. ഇല്ലേ? ഞാൻ ആരായിരുന്നു മോൻ? ഇല്ലേ? ഇപ്പോ കിടക്കുമ്പോഴാണ് എളുപ്പപ്പെടുത്തി. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, ഇപ്പോ നെഞ്ചു വാങ്ങി തിരിഞ്ഞാൽ ഗതിയില്ല. എളുപ്പപ്പെടുത്തി. മക്കളൊക്കെ വലിയ സംഭവങ്ങളായിരുന്നു, ഇപ്പൊ ഒറ്റ എണ്ണം തിരിഞ്ഞു നോക്കുന്നില്ല. എളുപ്പപ്പെടുത്തി. ഇല്ലേ? വലിയ വീടൊക്കെ ഉണ്ടായിരുന്നു, ജപ്തിയിലേക്ക് പോയി, കടക്കിണി കയറി, നല്ല ബിസിനസ് ഉണ്ടായിരുന്നു. എളുപ്പപ്പെടുത്തി. ഹല്ലേലൂയ. അവിടുന്ന് നിങ്ങളെ എളുപ്പപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും. എന്താണ് വിശപ്പറിയാൻ വിട്ടു? നിങ്ങളിടക്ക് ചെയ്യുന്ന പരിപാടിയാണ്. ഇടക്ക് ദൈവം നമ്മളെ ജനകീയ കൂടെ കേട്ടോ എന്ന് അന്വേഷിച്ച് നടക്കും. ഇല്ലേ? അങ്ങനത്തെ അവസ്ഥ. റേഷൻ കിട്ടുമോ, കിറ്റ് വേണം എന്ന് പറഞ്ഞ് നമ്മള് കിറ്റ് എവിടെ കിട്ടും എന്ന് അന്വേഷിക്കുന്നു. ഇല്ലേ? റേഷൻ അരി, പുഴുവരി, ഇല്ലേ, കല്ലുള്ളരി ആണെങ്കിലും മതി, കുഴപ്പമില്ല എന്ന് പറയുന്ന വിധത്തിൽ ദൈവം നമ്മളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത്. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? ഞാൻ നോക്കുന്നു. കോട്ട ആശ്രമത്തില അനുദിന കൺവെൻഷനില്ല ഒരു സഹോദരൻ നിരന്തരം അവിടെ പോകും. അദ്ദേഹം പിന്നീട് സാക്ഷ്യം പറഞ്ഞു. വലിയ ബിസിനസ്സുകാരനായിട്ടൊക്കെ മാറിയുള്ള അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഇതാണ്.
കോട്ട കൺവെൻഷന് പോയി അവിടെ കിട്ടുന്ന 4 കഷ്ണം ബ്രെഡ് 2 തവണ വാങ്ങി ഉച്ചയ്ക്കും രാത്രിയും കഴിച്ച് ജീവിച്ചവനാണ്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും തിണ്ണകളിൽ ഉറങ്ങിയവനാണ് ഞാൻ. എന്തിനാണ് ദൈവം എന്നെ എളുപ്പപ്പെടുത്തി വിശപ്പറിയാൻ വിട്ടത്? പറയുകയാണ്, നിങ്ങൾക്ക് അപരിചിതമായ മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടും ആണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? അപ്പോ ചുറ്റുപാട് പ്രശ്നങ്ങൾ വരുമ്പോ, സങ്കടം വരുമ്പോ, നൊമ്പരം വരുമ്പോ അങ്ങോട്ട് ഓടണ്ട, ഇങ്ങോട്ട് ഓടണ്ട. ഈ അൽത്താരയിലേക്ക്, ഇടവക പള്ളിയിലേക്ക്, സ്വന്തം ഇടവക പള്ളിയിലേക്ക് ഓടിച്ചെന്നിട്ട് പറയാ, കർത്താവേ എനിക്ക് നിന്റെ വാക്കുകൾ വേണം. ഓരോ വാക്കുകൊണ്ടും, വചനം കൊണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, പ്രസംഗം കൊണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഓരോ വാക്കും, ഓരോ വാക്കും, ഓരോ വാക്കും, every single word, every single word നമ്മൾ ശ്രദ്ധിക്കണം. ധ്യാനപ്രസംഗം കേട്ട ഒരു വചനം, ഓരോ വാക്കിനും, കർത്താവിന്റെ ഓരോ വാക്കിനും. അതുകൊണ്ടാണ് ശതാധിപൻ പറഞ്ഞത്, അയ്യോ കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ എഴുന്നള്ളി വരുവാനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങൊരു വാക്ക്, ഒരേ ഒരു വാക്ക് അരുളി ചെയ്താൽ മതി. എന്റെ വൃത്തിയൻ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. ഒരു വാക്ക് മതി, അവന്റെ ഒരു നോക്ക് മതി. ഒരു വാക്ക്, ഒറ്റ വാക്ക്. ഈ ഒരു വാക്കിന് വേണ്ടി നമ്മൾ ദാഹിക്കണം. ഒരുപാടൊന്നും വേണ്ടെന്നേ. മനുഷ്യരെ കൂടെ കൗൺസിലിംഗ് കിട്ടൂ, ബ്രദർ വല്ലതും കാണുന്നുണ്ടോ, സിസ്റ്റർ വല്ലതും കാണുന്നുണ്ടോ, അച്ഛൻ വല്ലതും കാണുന്നു, അച്ഛനോ വല്ലതും കാണുന്നുണ്ടോ, അച്ഛൻ നോക്കിയിട്ട് പറയാം. അങ്ങനെ നോക്കിയിട്ട് പറയാൻ വേണ്ടി അവിടെ വളരെ ഒരാളുണ്ട്. എന്താ, ഇങ്ങനെ പരത്തി നിരത്തി വെച്ചിട്ട് നോക്കാൻ, ഇല്ലേ, പ്രശ്നം നോക്കാൻ. ഈ പരിപാടിയൊന്നും സഭയില്ല കേട്ടോ. നമ്മളിങ്ങനെ നടക്കുക, തെറ്റിദ്ധരിച്ച് നടക്കുക. ദൈവം വെളിപ്പെടുത്തും, ദൈവം സംസാരിക്കും. നിനക്കൊരു കുറവുണ്ട്, അത് അനുതാപത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ ദൈവം സംസാരിക്കും. അതിന് ആരുടെ പുറകെ നടക്കരുത്. അൽത്താരയിലേക്ക് വരിക, പരിശുദ്ധ കുർബാനയിലേക്ക് വരിക, തമ്പുരാന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുന്ന് ഇടപെടണമേ, അവിടുന്ന് എന്നെ വിശദീകരിക്കണമേ. അതിന് പ്രാർത്ഥനയ്ക്ക് സഹായമായിട്ട് അച്ഛൻ്റെ അടുത്ത് പോകും. അച്ഛ, എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അനുദമിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കുമ്പസാരങ്ങളുടെ കൂദാശയിലേക്ക് എല്ലാം ചെല്ലുമ്പോൾ നമ്മുടെ ബലഹീനതയാണ് പറയേണ്ടത്. കർത്താവേ, സൗഖ്യം പ്രാപിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ബലഹീനതകൾ പറയണം, കുറവുകൾ പറയണം. ഈ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ അച്ഛന്മാർ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പാപം കേൾക്കാനിരിക്കുകയല്ല. ആണോ? നമുക്കൊരു തിരിച്ചറിവ്. അനുതാപം എന്ന് പറയുന്നത് തെറ്റിപ്പോയി, ഇനി തെറ്റു പറ്റാൻ ഇടവരരുത്, ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഇനി ഞാൻ പാപം ചെയ്യില്ല. ആ തീരുമാനത്തോടുകൂടെ അതിന് കൃപ സ്വീകരിക്കാൻ വേണ്ടി കൂടെയാണ് ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആൾക്കാർ കുമ്പസാരിച്ചാൽ മതി, എന്ത് ചെയ്താലും കുമ്പസാരിച്ചാൽ ഉള്ളൂ എന്നൊരിക്കലും ചിന്തിക്കരുത്. ഒരിക്കലും ഒരു അപ്പച്ചൻ
മകൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് വിദേശത്തേക്ക് പോകാൻ വേണ്ടി IELTS എഴുതിക്കൊണ്ടിരിക്കുന്ന തുറച്ചു പോകും. നല്ല മിടുക്കനായിരുന്നു. അപ്പോ ഈ അപ്പം പറഞ്ഞു, എന്റെ കുഞ്ഞുമോനെ നീ പള്ളിക്ക് കുമ്പസാരിക്കടാ, ഒന്ന് കുമ്പസാരിക്കടാ. അപ്പോ അത് ചോദിച്ചു, എനിക്ക് വിശ്വാസമൊന്നുമില്ല, കുമ്പസാരയുടെ അച്ഛന്മാരില്ലേ, അവര് പാപികളല്ലേ? സന്തോഷമായി. അവരും ഭാവികളല്ലേ, എന്തിനാ ഞാൻ ചെന്നിട്ട് അവരോട് പറയുന്നത് ഞാൻ അച്ഛനേക്കാൾ മെച്ചമാണെന്നില്ല. പാപ്പം പറഞ്ഞു, നീ പോയി കുമ്പസാരിച്ചാൽ IELTS പാസ്സാകും. എന്ത് പാസ്സാകും? IELTS പാസ്സാകും. ഇവന് എന്നെ മനസ്സിലോട് എനിക്കൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്. എന്റെ അപ്പനാണ് എനിക്ക് ഓഫർ തന്നേക്കണേ. അപ്പൻ നല്ല പ്രാർത്ഥനക്കാരനാണ്, വിശ്വാസിയാണ്, പ്രവചനമൊക്കെ അറിയുന്ന മനുഷ്യനാണ്. ഞാൻ എന്താണ് ഓഫർ? ഞാൻ പോയി കുമ്പസാരിച്ചാൽ കർത്താവിനെ IELTS പാസ്സാകും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ നീ പോയി കുമ്പസാരിക്കേ. അപ്പം പറഞ്ഞു, അതല്ലേ എനിക്ക് അറിയേണ്ടത്. ഞാൻ പാപം ചെയ്താൽ എന്നെ തോൽപ്പിക്കാനാണോ ദൈവം ഇരിക്കുന്നത്? ആ ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ പാപം ചെയ്താൽ എന്നെ തോൽപ്പിക്കാനിരിക്കുന്ന, ശിക്ഷിക്കാനിരിക്കുന്ന ഒരു ദൈവമാണോ സ്വർഗത്തിലുള്ളത്? നിങ്ങൾ എന്ത് പറയുന്നു? പാപം ചെയ്താൽ ശിക്ഷിക്കുന്ന ഒരു കർത്താവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? കള്ളം പറയുന്നത്. പാപം ചെയ്ത് അനുഗ്രഹിക്കുന്ന ദൈവമാണോ? നമ്മളിത് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മോട് സാത്താൻ എന്ന് പറയും, ഇതെല്ലാം പാപം ചെയ്യുന്നത് വരെ അവൻ ചെയ്യുന്നവരെ ചെയ്തു കഴിയുമ്പോൾ പറയും, അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, നല്ല കൂട്ടുകാരൻ. കൊച്ചുനാൾ മുതൽ പറഞ്ഞു, ഇവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അബദ്ധത്തിൽ ചെന്ന് ചാടി കഴിയുമ്പോൾ ഇവൻ പറയും, അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ. എന്ത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് വൺവേ അല്ലേ, കുഴപ്പമില്ല, ഇപ്പൊ വൺവേന്നില്ല, അത് തിരക്കുള്ളപ്പോഴേ ഉള്ളൂ. നമ്മൾ അതിനെടുത്ത് പോലീസ് വിളിച്ചു കഴിയുമ്പോൾ ഇവ പറയും, അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ. ഇതാണ് അവനല്ല കേട്ടോ, സാധാരണ ഒരു സ്വഭാവത്തിൽ തന്നെ പാപം ചെയ്യിക്കുന്നത് വരെ അവൻ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ കാണും. ചെയ്ത് കഴിഞ്ഞ് ശിക്ഷ കിട്ടുമ്പോ അവൻ കൈ വീട്ടിൽ വരും. അവിടെ ഞാൻ ലിസിനോട് പറഞ്ഞിട്ട് ഈ പരിപാടി ഇരിക്കുന്ന ഇവൻ കൂടിയാണോ? ഇവൻ എന്നിട്ട് തെറ്റായ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഇതെല്ലാം പാപത്തിന്റെ പരിണത ഫലങ്ങളാണ്. ഈ IELTS തോക്കുന്നത്, ജോലി കിട്ടാത്തത്, ഈ തകർച്ച, ഇതെല്ലാം ദൈവം നിന്നെ ശിക്ഷിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ എന്താ സംഭവം? പാപം ചെയ്യുമ്പോൾ ഇതിനെല്ലാം നമ്മുടെ മേൽ ആധിപത്യമുണ്ടാകും. ഹല്ലേലൂയ. രോഗത്തിനും തകർച്ചകൾക്കും വേദനകൾക്കും ദുഃഖങ്ങൾക്കും എല്ലാം നമ്മുടെ മേൽ അധികാരം ഉണ്ടാകും. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണം. പാപമാണ് നമ്മിൽ വസിക്കുന്നതെങ്കിൽ ഈ പാപത്തെ എടുത്ത് കളയണം, ദൂരെ എറിയണം. അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവം കരുണയോടെ നമ്മളെ സുഖപ്പെടുത്താൻ ആഗ്രഹിച്ച് നമ്മുടെ മുമ്പേ പറയുന്നത്. കർത്താവ് നമ്മൾ പഴയ നിയമമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ കർത്താവ് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും, ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ നിന്നെ ദൂരെ എറിയും എന്നൊക്കെ പറയും. ഞാൻ പറയുന്നത് ഇരട്ടല് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് മാറുമ്പോൾ ഈ യേശയ്യായും ജെറമ്യായും എസെക്കിയേലും ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, ഇല്ലേ? ഒരു അധ്യായത്തിൽ ഞാൻ നിന്നെ ശിക്ഷിക്കും, ഞാൻ നിന്നെ ചാമ്പലാക്കുന്നു. ഇപ്പോഴത്തെ അധ്യായത്തിലോട്ട് വരുമ്പോ അതിന് ഇരട്ടിയായിട്ട് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മെ നോക്കി കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് ഞാനും നിങ്ങളും അവന്റെ അടുത്ത് വരിക?
യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 2-ാം തിരുവചനം. യെശയ്യാ 66 2-ാം തിരുവചനം എന്താണ്? അറിയുന്ന വചനമാണല്ലോ. ആത്മാവിൽ എളിമയും, ആത്മാവിൽ എളിമയും അനുതാപവും, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഹല്ലേലൂയ. ദൈവം കടാക്ഷിക്കാൻ നോക്കിയിരിക്കുകയാണ്. ആത്മാവിൽ പാപക്കറയോടുകൂടെ, പാപത്തിന്റെ പോറലുകളോടുകൂടെ, പാപത്തിന്റെ കുടിയിരിപ്പോടുകൂടെ ദൈവസന്നിധിയിൽ ചെന്നാൽ ഈ കടാക്ഷം കിട്ടുകയില്ല, കൃപ കിട്ടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ പുറത്തു വെക്കുന്ന സാധനം എന്താണ്? ചെരുപ്പ്. അത് എന്തുകൊണ്ടാണ് ഈ ചെരുപ്പ് പുറത്തു വെക്കുന്നത്? അത് മാലിന്യമാണ്. ഞാൻ പോയ വഴിയിലൂടെ എല്ലാം ഞാൻ ചവിട്ടിയ മാലിന്യമാണ് എന്റെ ചെരുപ്പില്. ആ ചെരുപ്പ് ഹല്ലേലൂയ. ദൈവം മോശ ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ മലയിൽ വെച്ച്, ഹോറേബിൽ വെച്ച് ദൈവം എന്താണ് പറഞ്ഞത്? എന്റെ അടുക്കിലേക്ക് ആദ്യം നിന്റെ കാലിലെ ചെരുപ്പുകൾ അഴിച്ചു. പ്രിയപ്പെട്ടവരെ, അഴിച്ചു മാറ്റേണ്ട ദൈവ സന്നിധിയിൽ വരാൻ ആർക്കും ഒരു തടസ്സം, ആർക്കും കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാൻ പ്രൊവൈഡ് എന്താണ്? നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റണം. കഴിഞ്ഞ കാല ജീവിതത്തിൽ നീ ചവിട്ടിയ വഴികളിൽ നിന്നിൽ പറ്റിയ എല്ലാ തിന്മകളും പുറത്തു വെക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറഞ്ഞത് കാല് മാത്രം കഴുകുക. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ സമയങ്ങളിൽ ഞാൻ കടന്നു വന്ന വഴികളിൽ പറ്റിയ ആ പാപത്തിന്റെ കറ കഴുകുന്ന ഇടമാണ് കുമ്പസാരക്കൂട്. ചെരുപ്പ് മാത്രം ഉരുവെച്ചിട്ട് കാര്യമില്ല. ഹൃദയം പരിച്ഛേദനം സ്വീകരിക്കണം, ഹൃദയം കൊണ്ട് പരിച്ഛേദനം സ്വീകരിക്കണം, ഹൃദയത്തെ വിശുദ്ധീകരിക്കണം. ആത്മാവിൽ എളിമയും, വചനം നമ്മൾ ഏറ്റു പറയാം, ആത്മാവിൽ എളിമയും അനുതാപവും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഏറ്റവും മനോഹരമായ ഒരു കാര്യം. നമ്മൾ എവിടെ പോയാലും എങ്ങനെ വന്നാലും കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ അനുദപിക്കുക. കർത്താവിൻ പാപിയെ എന്നെ വിശുദ്ധീകരിക്കണമേ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കൊതിക്കുകയാണ്. ഒന്ന് വന്ന് തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഒന്ന് വന്നിട്ട് തമ്പുരാന്റെ മുന്നിലേക്ക് ഒന്ന് വീണ് തമ്പുരാന്റെ മുന്നിലേക്ക് ഒന്ന് കൊടുക്കുക. അഭിഷേകം കാണാം, കൃപ ഒഴുകുന്നത് കാണാം. ഹല്ലേലൂയ. ഏറ്റവും വലിയ ആരാധന ദിവ്യബലിയാണ്. അതിനു മുൻപേ നമ്മളെ തന്നെ ഒരുക്കണം. നമ്മൾ തന്നെ നമ്മുടെ അനുതാപത്തിൽ നാളെ ദിവ്യബലി രാവിലെ 7 മണിക്കാണെങ്കിൽ 58 ഓടി എത്തുന്നതല്ല. അതിന് മുന്നേ ദേവാലയത്തിലേക്ക് വന്ന് ഒരു 10-15 മിനിറ്റ് മുമ്പേ വന്നിരിക്കുക. എന്നിട്ട് ഒരുക്കണം. ഹൃദയമാണ് ഒരുക്കേണ്ടത്. നിങ്ങളുടെ നിയോഗം എല്ലാം നിങ്ങൾ ഈശ്വരന് കൊടുക്കുന്നതിന് നിങ്ങളുടെ ഹൃദയം ഒരിക്കലും നമ്മുടെ നിയോഗം പറഞ്ഞിട്ട് അനുദപിക്കരുത്. അനുദപിച്ചിട്ട് നിങ്ങൾ നിയോഗം പറയേണ്ടി വരില്ല. ഒരു മകൻ സൗദി അറേബ്യയിൽ വെച്ച് ഞങ്ങള് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു പോയി. ആ മകൻ ഫെബി എന്നാണ് അവന്റെ പേര്. ജോലി നഷ്ടപ്പെട്ടു പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ പോവാ, ദേവാലയത്തിലേക്ക് പോവാ, 9 ദിവസം മാതാവിനടുത്ത് പ്രാർത്ഥിക്കുക. 9ാമത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് മാതാവിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ സമയത്ത് അദ്ദേഹത്തിന് കോൾ വരികയാണ്, ജോലി കഴിഞ്ഞു. 9 ദിവസം ജോലിയുടെ കാര്യം പ്രാർത്ഥിച്ചതേ. 9 ദിവസം നൊവേന ജോലി പ്രാർത്ഥിച്ചു, ജോലി പ്രാർത്ഥിച്ചില്ല. എന്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണം. ഇന്ന് അദ്ദേഹം
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇന്ന് രാവിലെ എനിക്കൊരു വ്യത്യസ്തമായ പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. അവരെ പറഞ്ഞു ശാന്തമായിട്ട് ഉറങ്ങും. ഞാൻ ജിജോയോട് പറഞ്ഞു നാളെ ഇന്ന് ഇവിടെ ഉറങ്ങുന്നു, കർത്താവ് എനിക്ക് വിടുതൽ തരും. രാവിലെ ഞങ്ങൾ ഞാൻ പറയുന്നില്ല എവിടെയാണ്, അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ആള് എന്നോട് പറയുകയാണ്, ജിജോണ്ട് ഞാൻ ഇപ്പം ശരിയാക്കി തരാം, നിങ്ങൾ അതിനൊന്നും നിങ്ങൾ മെനക്കെടണ്ട. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അതും ഞാൻ ശരിയാക്കി തരാം. ഒരു അപേക്ഷയെ കൊടുത്തില്ല, കാല് പിടിച്ചില്ല, കൈക്കൂലി കൊടുത്തില്ല, ആരുടെയും മുമ്പിൽ ചെന്ന് കരഞ്ഞില്ല. ഹല്ലേലൂയ. കർത്താവ് ഉണ്ട് നമ്മുടെ കൂടെ, നമ്മളെ ബലപ്പെടുത്തുന്ന കർത്താവ്. ഈശോ ഇത്രയും അനുഗ്രഹമുള്ള ഒരു ജനത പറയുന്നുണ്ട്, ഈശോ കർത്താവായിട്ട് ഇല്ലേ? നമുക്ക് വേണ്ടി പരിഹാരം ചെയ്ത മറ്റേത് വിശ്വാസം എടുത്താലും കുറ്റങ്ങളെയല്ല, മറ്റെവിടെ പോയാലും നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. എന്ത് ഇല്ലേ? അങ്ങോട്ട് നിങ്ങൾ കൊടുക്കണം. ഇവിടെ കർത്താവ് നമുക്ക് വേണ്ടി പകരം ചെയ്യണം. അവൻ പകരം നിന്ന് നമ്മളെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ആ അനുഗ്രഹത്തിന്റെ വിഹിതം മാത്രം നമ്മൾ കൊടുക്കുന്നുള്ളൂ. ദൈവം തരികയാണ്, ദൈവം തരും. എപ്പോ? ഇന്നത് പറയാൻ സമയമില്ല. ഇന്ന് നമ്മൾ ഈ സൗഖ്യം നേടാൻ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കർത്താവ് വിടുതൽ തരാൻ ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുകയാണ്. പാപത്തെ പറ്റി നിങ്ങൾ അനുഭവിച്ചാൽ നിങ്ങൾക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. പാപത്തെ പറ്റി എന്താണ് പാപം? ദൈവ ഇഷ്ടമല്ലാത്തത് പാപമാണ്. ഇത്ര ഞാൻ പറയുള്ളൂ. ദൈവത്തിന്റെ സന്നിധിയിൽ ചിന്തിക്കാനും പറയാനും ചെയ്യാനും പറ്റാത്തതെല്ലാം പാപം. ഹല്ലേലൂയ. ദൈവത്തെ കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റാത്തതൊക്കെ പാപം എന്ന് പറയാം. ഈ ചേച്ചി ഇന്ന് ഞാൻ ഈ ചേച്ചിയെ ചീത്ത വിളിച്ചു, അസഭ്യം ഞാൻ ചേച്ചി അസഭ്യമാണ്. ഈശോയുടെ പേരിൽ അത് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഞാൻ സഹോദരി അസഭ്യം പറഞ്ഞു പറയാൻ പറ്റുമോ? സഹോദരി ഏതെങ്കിലും ഒരു തിന്മ യേശുവിന്റെ നാമത്തിൽ ഞാൻ എങ്ങനെ ചെയ്തെന്ന് പറയാൻ പറ്റുന്ന യേശുവിന്റെ നാമത്തിൽ നിശ്ചയിച്ചുകൊണ്ട് എനിക്ക് വൈകല്യമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? യേശുവിന്റെ നാമത്തിൽ ഞാൻ നിശ്ചയിച്ചു അസൂയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? യേശുവിന്റെ നാമം ചേർക്കാൻ പറ്റാത്ത, ദൈവത്തെ ചേർത്ത് വെക്കാൻ പറ്റാത്തത് എന്തും പാപം. നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരാഴ്ച വന്ന സമയം, ഹല്ലേലൂയ, ഒരാഴ്ച കാലം ചിന്തിക്കുക. ഈശോയെ കൂട്ടുവെക്കാൻ പറ്റാത്തതൊക്കെ പാപം. ഈശോ ഇല്ലാത്തത്, ഈശോയുടെ സാന്നിധ്യം ഇല്ലാത്തത്, ഈശോയുടെ സാന്നിധ്യം കൊണ്ടുവരാൻ പറ്റാത്തത്, ഈശോയെ കൂട്ടിച്ചേർക്കാൻ പറ്റാത്തതൊക്കെ തിന്മയാണ്, പാപം. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. എന്താണ് പാപം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഈശോയുടെ നീതിക്ക്, ഈശോയുടെ സ്നേഹത്തിന്, ഈശോയുടെ നാമത്തിന്, ഈശോ എന്ന ആ വ്യക്തിത്വത്തിന് ചേരാത്തതൊക്കെ തിന്മയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയ്ക്ക് സ്ത്രീയായിരിക്കും. നമുക്ക് നിലനിർത്തിക്കാം. നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മൾ കുറേ വചനങ്ങളും കുറേ ചിന്തകളെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നു. ഈ ഇടവകയിൽ ദൈവം വലിയൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. കേട്ടിട്ട് സന്തോഷം തോന്നുന്നില്ലേ? എന്തെങ്കിലും ഒന്ന് സ്തുതിച്ചേ. വലിയ കൃപ നമ്മുടെ ഈ സമൂഹത്തിലും കൂട്ടായ്മയിൽ തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വചനം ഈ ഇടവക മുഴുവനും, ആരെയാണ് ഇടവകയിൽ ഈ ഇടവക നിൽക്കുന്ന പ്രദേശം മുഴുവനും നിന്റെ വചനം വിതരപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 12:49 പോലെ കർത്താവിന്റെ വചനം ആ പ്രദേശം എങ്ങും വ്യാപിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വചനം വ്യാപിക്കട്ടെ, നിന്റെ വചനം വിതരപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ മക്കളില്, മാതാപിതാക്കളില്, സഹോദരങ്ങളില്, കുഞ്ഞുമക്കളില്, ദമ്പതികളില്, യുവതിവാക്കന്മാരില്, മക്കളില്ലാത്ത ദമ്പതികളില്, വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങളില്, ജോലിയില്ലാത്തവരില്, സാമ്പത്തികമായി പ്രയാസം അനുഭവപ്പെടുന്നവര്, വരുമാന മാർഗമില്ലാത്തവര് അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവവചനം അവിടെ വിതരപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
യെശയ്യാ 61:8 അധ്യായം കർത്താവ് നമുക്ക് സന്ദേശമായി തരുന്നു. ഞാൻ വായിക്കാം. കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു. കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു. കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തയോടെ ഞാൻ അവർക്ക് പ്രതിഫലം നൽകും. അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം അവകാശപ്പെട്ട് പ്രാർത്ഥിച്ച് ഇപ്പോൾ തന്നെ യെശയ്യാ 61:8 അവകാശമായിട്ട് പ്രാർത്ഥിച്ച് കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു. കൊള്ളയും തിന്മയും ഞാൻ വെറുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തയോടെ ഞാൻ അവർക്ക് പ്രതിഫലം നൽകും. അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. കർത്താവേ, ആര്യാട് പ്രദേശത്തോട്, ഈ ഇടവകയോട് അവിടുത്തെ ഈ വചനം വാഗ്ദാനം ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജനങ്ങൾ അറിയട്ടെ, കെട്ടുകൾ അറിയട്ടെ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ കൃപയാൽ ഈ അഭിഷേകം ഇപ്പോൾ തന്നെ ഈ ഇടവകയിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരിയ മറിയ 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 മറിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരിയ മറിയ മറിയ മറിയ. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും മത്തായി സുവിശേഷം 22-ാം അധ്യായം 9-ാം തിരുവചനം കർത്താവ് ഈ ഇടവക സമൂഹത്തോട്, ഈ കൂട്ടായ്മയോട് പ്രത്യേകമായിട്ട് ഇപ്രകാരം പറയുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാം വിവാഹ വിരുന്നിനെ ക്ഷണിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അഭിഷേകത്തിലേക്ക് കടന്നവരുടെ ഈ ആഴ്ചയിൽ ഇവിടെ ഒരുക്കപ്പെടുന്ന ആ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ അഭിഷേകമായിട്ടുള്ളവരുടെ കൃപ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനം നയിക്കുന്ന അച്ഛനെയും ജീവനെയും ഈ ഇടവക സമൂഹത്തെ മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആകയാൽ നിങ്ങൾ ചെന്ന് വഴി കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെല്ലാം വിരുന്നിന് ക്ഷണിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 9-ാം തിരുവചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. കർത്താവേ, അനേകം ക്ഷണിക്കപ്പെടട്ടെ. കൃപയിലേക്ക് അനേകം മക്കൾ കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 19-ാം അധ്യായം 20-ാം തിരുവചനം കർത്താവ് വാഗ്ദാനമായിട്ട് പറയുകയാണ്. ഈ കൂട്ടായ്മയിൽ, ഈ സമൂഹത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അവിടെ പറയുന്നു, ജ്ഞാനത്തിന്റെ പുസ്തകം 19-ാം അധ്യായം 20-ാം തിരുവചനം, അഗ്നി ജലത്തിൽ പോലും തന്റെ ശക്തി പ്രകടിപ്പിച്ചു. ജലം അഗ്നിയെ കെടുത്തുന്ന സ്വഭാവം വിസ്മരിച്ചു. ജലം അഗ്നിയെ കെടുത്തുന്ന സ്വഭാവം വിസ്മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അഭിഷേകത്തെ കെടുത്തുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും കർത്താവ് നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനം 19-20 പ്രകാരം കർത്താവേ, എല്ലാ അഭിഷേകത്തെ കെടുത്തിക്കളയുന്ന തിന്മയുടെ രൂക്ഷത, തിന്മയുടെ ശക്തികൾ, തിന്മയുടെ എല്ലാ ചൂഷണങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, നശിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയ 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 മറിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദൈവവചനം പറയുന്നു, മറിച്ച് അഗ്നിജ്വാല അതിൽ പതിക്കുന്ന ജീവികളുടെ നശ്വര ശരീരം ദഹിപ്പിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിഷ്പ്രയാസം ഉരുകുന്ന സ്ഫടിക സദൃശമായ സ്വർഗീയ ഭോജനത്തെ ഒരുക്കിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ
കുർബാനയുടെ അഭിഷേകത്തിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു ശക്തിയും ഒരു തീയും ഒരു ശക്തിയും നിങ്ങളെ കൊള്ളിക്കില്ല, നിങ്ങളെ ദഹിപ്പിക്കില്ല, നിങ്ങളെ നശിപ്പിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ 19:20 കുർബാനയോടുള്ള സ്നേഹം നിറയട്ടെ, കുർബാനയോടുള്ള പരിശുദ്ധ കുർബാനയോടുള്ള അഭിനിവേശം നിറയട്ടെ, തീക്ഷ്ണത നിറയട്ടെ, ഈ സമൂഹത്തിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. കർത്താവ് നമുക്ക് തന്ന തിരുവചനങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കട്ടെ. നിയമാവർത്തനം 8:3 മറക്കാതിരിക്കട്ടെ. അഭിഷേകത്താൽ നമ്മൾ നിറയട്ടെ. ഓരോ വാക്കുകൊണ്ടും ജീവിക്കാനുള്ള അഭിനിവേശം, ആഗ്രഹം, തീക്ഷ്ണത നമ്മൾ നിറയട്ടെ. പരിശുദ്ധ കുർബാന അച്ഛൻ ആശീർവാദം തരുമ്പോൾ അഭിഷേകത്തിൽ നമുക്ക് നിൽക്കാം. ശക്തമായിട്ട് സ്തുതിച്ചുകൊണ്ട്, ശക്തമായി വിശ്വസിച്ചുകൊണ്ട്, കുർബാനയോടുള്ള സ്നേഹത്തിൽ, കുർബാനയോടുള്ള തീക്ഷ്ണതയിൽ നമുക്ക് എല്ലാ ഉത്തരവുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. മുട്ടുമേൽ നടന്നു വരാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ വലിയ അഭിഷേകം തരണമേ, സ്വർഗീയ അഭിഷേകം തരണമേ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ആത്മാവിന്റെ ശക്തി നിറയട്ടെ. നിങ്ങളുടെ കുഞ്ഞുമക്കളില്, കുടുംബത്തില്, മാതാപിതാക്കളില്, വൃദ്ധരായവരില്, വയോവൃദ്ധരില്, സന്യസ്തരില്, സന്യാസ സമൂഹങ്ങളില്, സഭാ സമൂഹത്തില്, തിരുസഭയില്, ഈ ഇടവകയില്, കഥാലയങ്ങളുടെ രൂപതയില് അഭിഷേകം നിറയട്ടെ, കൃപ കൊണ്ട് നിറയട്ടെ. അഭിഷേകം ചെയ്യണമേ, വിടുവിക്കണമേ, ഉദ്ധൃതമാക്കണമേ, കൃപയോടെ നിറയണമേ, സൗഖ്യമാക്കണമേ, സമൃദ്ധമാക്കണമേ, ഐശ്വര്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റിയ 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 റിയ